വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ സ്പെയിനിനോട് അർജന്റീന അതിദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലും കായിക ലോകത്തും കാട്ടുതീ പോലെ പടർന്ന ഒന്നായിരുന്നു ക്യാപ്റ്റൻ ലിയണൽ മെസ്സിയുടെ ഡ്രസ്സിംഗ് റൂം സന്ദേശം. ഫൈനൽ മത്സരത്തിന് തൊട്ടുമുമ്പ് അർജന്റീൻ ഡ്രസ്സിംഗ് റൂമിൽ മെസ്സി സഹതാരങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഹെസ് വീഡിയോ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾക്കെല്ലാം തിരികൊളുത്തിയത്. സംഭവിച്ചതെല്ലാം മറക്കൂ, നമുക്ക് പോരാടാമെന്ന് മെസ്സി പറയുകയും അർജന്റീൻ താരങ്ങളുടെ നിരാശാജനകമായ മുഖവുമാണ് ഇതിന് കാരണമായത്. ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ പുകമറകൾ മാറ്റിക്കൊണ്ട് അർജന്റീൻ മധ്യനിര താരം അലക്സിസ് മാക്കലിസ്റ്ററുടെ പിതാവും മുൻ പ്രൊഫഷണൽ ഫുട്ബോളറുമായ കാർലോസ് മാക്കലിസ്റ്റർ രംഗത്തെത്തിയിട്ടുണ്ട്. ESPN പുറത്തുവിട്ട വീഡിയോ ക്ലിപ്പിൽ മെസ്സി ടീമാംഗങ്ങളോട് വികാരീതനായി സംസാരിക്കുന്നത് വ്യക്തമായിരുന്നു. മെസ്സിയുടെ ഈ സംസാരം തന്നെയാണ് ഫുട്ബോൾ ലോകത്ത് വലിയ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചത്. മത്സരത്തിന് മുമ്പ് പരിശീലകനായ സ്കലോണിയും മെസ്സിയും തമ്മിൽ തന്ത്രങ്ങളെ ചൊല്ലി വൻ തർക്കമുണ്ടായെന്ന് റൂമറുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിൽ ഒഫീഷ്യൽ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ടീമിനുള്ളിൽ വിഭാഗീയത നിലനിൽക്കുന്നുണ്ടെന്നും ടീമിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രചരിച്ചിരുന്നത്. പ്രചാരണം ശക്തമായതോടെ എന്താണ് സംഭവിച്ചതെന്നറിയാൻ മാക്കലിസ്റ്ററുടെ പിതാവ് കാർലോസ് മാക്കലിസ്റ്റർ തൻ്റെ മകനായ മാക്കലിസ്റ്ററെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. ആ വീഡിയോയും പ്രചരണങ്ങളും കണ്ടപ്പോൾ എനിക്കും ചില സംശയങ്ങൾ തോന്നി. ഞാൻ ഉടനെ തന്നെ എൻ്റെ മകനായ മാക്കലിസ്റ്ററിനെ വിളിച്ചു. നിങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ എന്താണ് സംഭവിച്ചത്, വല്ല പ്രശ്നവുമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഒരു കളിക്കാരൻ്റെ പിതാവെ എനിക്ക് പോലും ഇത്തരമൊരു സംശയം തോന്നിയെങ്കിൽ സാധാരണക്കാരായ ആരാധകർക്ക് ഈ അവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. മകൻ്റെ മറുപടി തികച്ചും ആശ്വാസകരമായിരുന്നു എന്ന് കാർലോസ് പറയുന്നു. അലക്സിസ് എന്നോട് പറഞ്ഞു, ഹേയ് ഇല്ല, അങ്ങനെ ഒരു പ്രശ്നവും ഇതേവരെ ഉണ്ടായിട്ടില്ല. ഗ്രൗണ്ടിലിറങ്ങി തങ്ങളുടെ പരമ്പരാഗത ശൈലിയിൽ ഫുട്ബോൾ കളിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് മെസ്സി സംസാരിച്ചത്. ഗ്രൗണ്ട് ബോളുകളെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് ചെറിയ ട്രയാങ്കിളുകൾ തീർത്തുകൊണ്ട് കളിക്കണമെന്ന് മെസ്സി പറഞ്ഞിരുന്നു. പന്ത് ചുമ്മാ മുന്നോട്ട് അടിച്ചു കളയരുതെന്നും കളിശൈലിയെക്കുറിച്ചുള്ള തന്ത്രപരമായ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമായിരുന്നു അവിടെ നടന്നത്. എന്നാൽ പിന്നീട് ഈ പോസ്റ്റ് പ്രചരിച്ചതോടെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ സംശയങ്ങൾ ഉയർന്നു. ഇങ്ങനെയായിരുന്നു കാർലോസ് മാക്കലിസ്റ്ററിൻ്റെ വാക്കുകൾ. അവിടെ പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.